നമസ്കാരം. കൊല്ലത്തെ പ്രമുഖ ട്രാൻസ്പോർട്ട് കമ്പനിക്കെതിരെ പരാതി നൽകിയ തന്നെ സ്ഥലം മാറ്റിയെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് കൊട്ടാരക്കര DTO. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ശരണ്യ ബസ്സിനെതിരെ പരാതി നൽകിയ കൊട്ടാരക്കര DTO KK സുരേഷ് കുമാറിനെ സ്ഥലം മാറ്റിയെന്നാണ് വാർത്ത വന്നത്. തിരുവനന്തപുരത്തേക്കായിരുന്നു സ്ഥലമാറ്റം. തനിക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലമാറ്റം കിട്ടിയത് ശിക്ഷാ നടപടിയായി അല്ലെന്നും വ്യക്തിപരമായ ആവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതാണെന്നും DTO മറുനാടനോട് വ്യക്തമാക്കി. ഞാൻ KSRTC കൊട്ടാരക്കര DTO KK സുരേഷ് കുമാറാണ്. എൻ്റെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും ചില വാർത്താ ചാനലുകളിലുമെല്ലാം തന്നെ അസത്യമായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. ഞാൻ എൻ്റെ മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക്, അതായത് തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ എന്നീ യൂണിറ്റുകളിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ എനിക്ക് സ്ഥലമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSRTCക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് ഇത്തരത്തിൽ ഒരു സ്ഥലമാറ്റം ലഭിച്ചിട്ടുള്ളത്. അവാസ്തവമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരായിട്ടും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. അത് തികച്ചും അവാസ്തവമാണ്. ഒരിക്കലും അത്തരത്തിൽ ഒരു സംഗതി നടന്നിട്ടുള്ളതല്ല. എൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് സ്ഥലമാറ്റം ലഭിച്ചിട്ടുള്ളത്. തികച്ചും അവാസ്തവമായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യ ബസ്സുകൾ നിയമലംഘനം നടത്തുമ്പോൾ സ്വാഭാവികമായും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് നിയമാനുസരണം പരാതി നൽകുകയും അത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കും RTA അധികാരികൾക്കും കൃത്യമായ പരാതിയും അതിൻ്റെ പരാതി നൽകണമെന്ന് കൃത്യമായ നിർദ്ദേശവും പല മീറ്റിങ്ങുകളിലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അറിയിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. അത് ഏത് മീറ്റിംഗ് വിളിച്ചാലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് KSRTCയെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ നിയമലംഘനം നടത്തുകയാണെങ്കിൽ, പാരലൽ സർവീസുകൾ നിയമലംഘനം നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ പരാതി ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കണമെന്ന് അദ്ദേഹം തന്നെ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതിയെല്ലാം സമർപ്പിച്ചിട്ടുള്ളത്. അതിനെയും ഇതിനെയും തങ്ങളിൽ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ റിക്വസ്റ്റ്, എൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം അനുവദിച്ചു തന്നിട്ടുള്ളത്. മറ്റ് വാർത്തകളെല്ലാം തന്നെ സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഔദ്യോഗിക യോഗങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ നടപടി സ്വീകരിച്ചതെന്നും DTO KK സുരേഷ് കുമാർ അറിയിച്ചു. KSRTC സർവീസിന് ശരണ്യ ബസ് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുന്നുവെന്നും ചോദ്യം ചെയ്ത ജീവനക്കാരെ ശരണ്യ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നുമായിരുന്നു പരാതി. കഴിഞ്ഞ മാസം 23-നാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകുന്നത്. ശരണ്യ ബസ് KSRTC ഡിപ്പോയിൽ കയറ്റി ആളുകളെ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്നു, KSRTC ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കാത്ത വിധം കുറുകെ നിർത്തിയിടുന്നു തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ശരണ്യ ബസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കൊട്ടാരക്കര DTO പരാതി നൽകിയത്. വർഷങ്ങളായി കൊട്ടാരക്കര, പത്തനാപുരം, പത്തനംതിട്ട റൂട്ടുകളിൽ സർവീസ് നടത്തുന്നതാണ് ശരണ്യ ബസ്. കൊട്ടാരക്കര DTOയെ സ്ഥലം മാറ്റിയപ്പോൾ പകരം കൊല്ലം DTO കൊട്ടാരക്കര ഡിപ്പോയിലേക്ക് മാറ്റി. അതോടെ കൊല്ലം DTOയ്ക്ക് അധിക ചുമതലയായി കരുനാഗപ്പള്ളിയും നൽകിയിരിക്കുകയാണ്. DTOയെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി KSRTC മാനേജ്മെന്റും രംഗത്തെത്തി. കൊട്ടാരക്കര DTOയുടെ സ്ഥലമാറ്റ അപേക്ഷ പരിഗണിച്ച് തിരുവനന്തപുരത്തേക്ക് മാറണമെന്ന് DTO സുരേഷ് കുമാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം നൽകിയത്. സ്ഥലമാറ്റത്തിൽ മറ്റ് വിഷയങ്ങളില്ലെന്നും KSRTC മാനേജ്മെന്റും അറിയിച്ചു.